ഹായ്, എല്ലാവർക്കും ജ്യോതിസ് കറിവേടിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ ഒരു അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിയലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അവിയലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഇപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റ് ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ അധികം കനം ഇല്ലാതെ വേണം അരിയാൻ. എല്ലാ കഷ്ണങ്ങളും കനം കുറച്ചരിയണം. അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ക്യാരറ്റാണ്. പിന്നെ ചേന ഒരു 100 ഗ്രാം ചേന ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ ഒരു 2 മുരിങ്ങക്കായ പിന്നെ തോല് ചീന്തി എടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞാൽ മതി. പിന്നെ ഒരു 50 ഗ്രാം കുമ്പളങ്ങ ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 5 ബീൻസ് പിന്നെ വെറുതെ ഇതുപോലെ അരിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഒരു നേന്ത്രക്കായയുടെ പകുതി, നേന്ത്രക്കായ വേണം കേട്ടോ, മറ്റേ കായൊന്നും എടുക്കാൻ പാടില്ല, നേന്ത്രക്കായ. ഇത്രയും ആണ് കഷ്ണങ്ങളായിട്ട് നമ്മൾ അവിയലുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ കൂടെ ചില ആൾക്കാർ പയറിടുന്നവരുണ്ട്, വെള്ളരിക്ക ഇടുന്നവരുണ്ട്, പിന്നെ അതുപോലെ കയ്പയ്ക്ക പടവലങ്ങ, ഇങ്ങനെ കുറേ കഷ്ണങ്ങൾ ഇടുന്നവരുണ്ട്. എത്ര കഷ്ണം വേണമെങ്കിലും ഇടാം. അവിയൽ എന്ന് പറഞ്ഞാൽ കുറേ കഷ്ണങ്ങൾ കൂടിയതാണ് ഈ അവിയൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കഷ്ണങ്ങൾ ഇടാം. പക്ഷെ ഞാനിപ്പോൾ അവിയലുണ്ടാക്കുമ്പോൾ ഇത്ര കഷ്ണങ്ങൾ മാത്രമേ ഇടാറുള്ളൂ. പിന്നെ അതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് അരമുറി നാളികേരമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നാളികേരം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നാളികേരം എത്രത്തോളം കൂടണോ അത്രത്തോളം അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, പിന്നെ ഈ ഒരു കപ്പിൻ്റെ അളവ്, ഈ ഒരു കപ്പിൽ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു 7 പച്ചമുളക്, ഇവിടെ എൻ്റെ ചെറിയ പച്ചമുളകാണത്, 7 പച്ചമുളക്. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല എത്ര കൂടിയാലും നല്ലതാണ്. കരിവേപ്പിൻ്റെ ഇല നാളികേരം എത്രത്തോളം കൂടുന്നോ അത്രത്തോളം അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഗ്യാസ് കത്തിക്കുന്നു. അതിനുശേഷം നമ്മളൊരു ചട്ടി വെച്ചു. ചട്ടി ചൂടായി. അപ്പോൾ നമ്മൾ കൈക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടായിരിക്കും, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഒന്ന് സിമ്മിലാക്കുക. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അലുമിനിയത്തിൽ ചട്ടിയാണ്, അതുകൊണ്ട് വേഗം ചൂടായി. പിന്നെ ഈ നേന്ത്രക്കായ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ച്, വെള്ളത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് മുക്കിയിട്ടിരുന്നതാണ്. എപ്പോഴും കായ അങ്ങനെ ഇടണം, കായയുടെ കറ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഒന്ന് സ്റ്റീം കൂട്ടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമുളകൊക്കെ ഒന്ന് പോട്ടെ, അതുവരെ ഈ പച്ചക്കറികൾ ഈ വെളിച്ചെണ്ണയിൽ കടന്നിട്ട് നന്നായി വഴഞ്ഞ് വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അധികം നേരമൊന്നും വേണ്ട, 2-3 മിനിറ്റ് ഇളക്കിയാൽ മതി. വെളിച്ചെണ്ണയിൽ വഴറ്റുമ്പോൾ ഒരു മണമൊക്കെ വരും. 2-3 മിനിറ്റ് ഇളക്കി. ഇനി ഞാൻ ഗ്യാസ് ഒന്ന് സിമ്മിലേക്ക് വെക്കണം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കണം ഈ മഞ്ഞൾപ്പൊടി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കുക. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. ഇപ്പോൾ ഒരു കഷ്ടി ഇതൊരു 3/4 ഗ്ലാസ്സോ 1 ഗ്ലാസ് വെള്ളം എന്ന് പറയാം, അത്ര ഉണ്ടാവുള്ളൂ. ഇതൊരു മിനിറ്റ്
ഇനി ഗ്യാസ് ഒരുപാട് സ്റ്റീമിൽ വെക്കണ്ട. ഈ സിമ്മിന്ന് കുറച്ച് കൂട്ടി വെക്കുക, ഒരുപാട് സിമ്മ് കൂടും ചെയ്യരുത്. ആ ഒരു പാകത്തിന് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുക. ഇനി നമ്മളിത് പതുക്കെ ഒന്ന് തുറന്ന് നോക്കുക. തള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളിതിലേക്ക് ഉപ്പിടുക. ഉപ്പ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ല. ഒരു കഷ്ടി ഒരു 1.25 സ്പൂൺ ഉപ്പുണ്ടാവും. സ്പൂണാണ്, ചെറിയ സ്പൂണിലാണ്, ടേബിൾ സ്പൂണിലല്ല. ഒരു 1.25 സ്പൂൺ ഉപ്പ്. പിന്നെ വേണ്ടത് നമ്മൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇല എടുത്ത് വെച്ചില്ലേ, അതിന് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ ഉപ്പെല്ലാം ഇതിലേക്ക് എത്താൻ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, അടി ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കും. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇത് വളരെ നൈസായിട്ട് അരിഞ്ഞ കഷ്ണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഉടയാൻ ചാൻസ് ഉണ്ട്. ഈ കുമ്പളങ്ങയൊക്കെ വേഗം കുമ്പളങ്ങയും ക്യാരറ്റൊക്കെ. അപ്പോൾ അതുകൊണ്ട് പതുക്കെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇപ്പം ഇലയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഴയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഇല ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടപ്പ് വെച്ച് മൂടി കൊടുക്കുകയൊക്കെ ചെയ്യാം. എൻ്റെ കയ്യിൽ വാഴയുടെ ഇല ഇല്ലാത്ത കാരണം ഞാനത് വെച്ച് മൂടിയില്ല. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഒന്നും കൂടി അടച്ച് വെക്കുക. ഇനി ഇത് ഒന്ന് വേവുമ്പോഴേക്കും ഞാൻ ഇപ്പം നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, നാളികേരം, ജീരകം, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് വരാം. അതായത് നന്നായി മഷി പോലെ ഒന്നും അരയാൻ പാടില്ല, ഒന്ന് കറക്കാൻ മാത്രമേ പാടുള്ളൂ. നാളികേരം ഇങ്ങനെ കറപറാന്നുണ്ടാവണം. അതാണ് അവിയലിൻ്റെ പാകം കേട്ടോ. അപ്പോൾ ഇതിവിടെ കടന്ന് വേവട്ടെ. അപ്പോൾ ഞാൻ ഈ നാളികേരം ഒന്ന് കറക്കിയിട്ട് പോരാം. നമ്മളിതൊന്ന് തുറന്ന് നോക്കുക. ഇപ്പം ഏകദേശം വെള്ളമൊക്കെ വറ്റാറായിട്ടുണ്ട്. കാണുന്നുണ്ടാവും വിചാരിക്കുന്നുണ്ടാവും. ഇനി കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, നാളികേരം, അത് അരച്ച് ഇട്ട് കൊടുക്കുക. കണ്ടോ, നമ്മൾ നന്നായി ചതച്ചിട്ടേ ഉള്ളൂ. മിക്സിയിലിട്ടിട്ട് ഒറ്റ കറക്ക. എൻ്റെ മിക്സി വേഗം കറങ്ങുന്ന നല്ല സ്പീഡുള്ളതായതുകൊണ്ട് ഒറ്റ കറക്കിയിട്ടു. നിങ്ങളുടെ മിക്സിക്ക് അത്ര പോരെങ്കിൽ 2 കറക്കം കറക്കുക. അതായത് ഒന്ന് നാളികേരം, പച്ചമുളകും ഈ കരിവേപ്പിൻ്റെ കൂടി ഒതുക്കി എടുക്കുക പറയും. നമ്മളൊന്ന് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഒതുക്കി എടുക്കുക പറയും. അത്രേ വേണ്ടൂ. എന്നിട്ട് ഇതിലേക്ക് ഈ നാളികേരം ഇട്ട് കൊടുക്കുക. മിക്സി ഞാൻ ഇറക്കി ഇത്തിരി തുള്ളി വെള്ളമുണ്ട്, നിങ്ങൾ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇറക്കി കൊടുക്കുക. ഇവിടെ നല്ല മഴയാണ്, മഴയുടെ സൗണ്ടാണ് കേൾക്കുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് വെറുതെ ഒന്നും ഉണ്ടാക്കാൻ വയ്യ ഒരു ദിവസം എന്നുണ്ടെങ്കിൽ ചോറും ഈ അവിയിലും 2 പപ്പടം കൂടിയിട്ട് നമുക്ക് ഊണ് കഴിക്കാം. കുട്ടികളൊക്കെ പച്ചക്കറിയൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ എല്ലാ പച്ചക്കറി ഇട്ടിട്ട് അവിയലുണ്ടാക്കി കൊടുക്കുക. അവിയലിൽ ഇന്ന പച്ചക്കറി ഇടാൻ പാടില്ല, ഇന്ന പച്ചക്കറി ഇടാൻ പാടില്ല എന്നൊന്നുമില്ല. മത്തനോ, കുമ്പളങ്ങയോ, വെള്ളരിക്കയോ, മടവരങ്ങയോ എന്ത് പച്ചക്കറി വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. അപ്പോൾ ഇനിയിപ്പോൾ നാളികേരം ഇട്ടു. ഇനി നമ്മളൊന്ന് അടച്ച് വയ്ക്കുക, കാരണം അതിൻ്റെ പച്ചമണം ഒന്ന് പോട്ടെ, നാളികേരം ഇതിൽ യോജിപ്പാവട്ടെ. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. നമ്മളത് തുറന്ന് നോക്കണം. നാളികേരം എനിക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഇപ്പം തന്നെ ഉടയാൻ തുടങ്ങി. കഷ്ണങ്ങളൊക്കെ അപ്പം ഇനി നമ്മൾ എടുത്ത് വെച്ച ഈ തൈരുണ്ടല്ലോ, തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. ഈ സ്റ്റീമൊന്ന് കൂട്ടി വെച്ചോളൂ. കഴിഞ്ഞ ഇത്രയാണ് അവിയലിൻ്റെ പണിയുള്ളൂ. ഇതൊന്ന് നന്നായി തിളച്ചതാവട്ടെ. സ്റ്റീം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് നല്ല തള വരട്ടെ കേട്ടോ. അപ്പോൾ കാണണ്ടോ, ഇത് നല്ലോണം തള വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊന്ന് സ്റ്റീം കമ്മിയാക്കുക. നമ്മൾ തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷമുള്ളതാണത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ ആളെന്നുള്ള ഓപ്ഷൻ വരും. അതും കൂടി ഒന്ന് അമർത്തുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ ഞാനൊരു തുടക്കക്കാരിയാണ്. അപ്പോൾ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജ്യോതിസ് കറി വേൾഡിൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, മറക്കരുത്. ഇനിയിപ്പോൾ ഈ ഉള്ള തുള്ളി വെള്ളം പോലെ ഉണ്ടാവും, അത് തൈരാണ്. ഇത് നമ്മൾ വാങ്ങി വെക്കുമ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും അത് കുടിച്ച് വരും. അപ്പോൾ നമ്മൾ ഇനി കുറച്ചും കൂടി നന്നായിട്ട് കറിവേപ്പില ഒന്ന് നേരടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും തുളിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ റെഡിയായി. ഇനി ഞാനിത് വേറെ പാത്രത്തിലാക്കിയിട്ട് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ നമ്മൾ ഉണ്ടാക്കിയത്. ഇത് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ അവിയലാണോ, നിങ്ങൾക്ക് സദ്യക്കും ഉണ്ടാക്കാം, അല്ലാതെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു അവിയൽ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.